നിങ്ങളൊക്കെ ഇൻസ്റ്റയിലൊക്കെ റീൽ ചെയ്യുന്ന ആൾക്കാരല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നിങ്ങളെ. സത്യം നല്ല എങ്ങനെ ഹേയ് ആഷിഖാണ്. അങ്ങനെ അൻഷിൻ്റെ കല്യാണത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം സെക്കൻഡ് പാർട്ടിൽ ആളുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ നേരത്തെ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ബ്രൈഡിൻ്റെ സിംഗിൾ എൻട്രി കേട്ടോ. ആളുടെ സ്വന്തം പാട്ട് ആളിപ്പം കല്യാണത്തിലേക്ക് വേണ്ടിയിട്ട് ഇറക്കിയ സ്വന്തം പാട്ടും പാടിയിട്ടാണ് വരുന്നത്. ബ്രൈഡും ഗ്രൂമും ഇങ്ങനത്തെ ആൾക്കാരാകുമ്പോൾ സംഭവം അടിപൊളിയായിരിക്കുമല്ലേ. കാരണം എന്താ വെച്ചാൽ ബ്രൈഡ് ഒരു സിംഗറും ഗ്രൂം ഒരു കോണ്ടന്റ് ക്രിയേറ്ററും പാട്ടൊക്കെ പാടിയിട്ട് വരുന്നൊരു വരവുണ്ട്. ഒരു രക്ഷയില്ല, നല്ല കിടിലം പാട്ടും. കുറേ ആൾക്കാർ ഏതാ പാട്ട് എന്നും എവിടെ നിന്നാ അത് ഉള്ളത് എന്നും ഫുൾ എങ്ങനെ കിട്ടാന്നൊക്കെ ചോദിച്ച് നല്ല മെസ്സേജ് എനിക്ക് അയക്കുന്നുണ്ട് കേട്ടോ. ഈ പാട്ട് ഞാൻ പെടാത്ത എന്താ വെച്ചാൽ എനിക്ക് കോപ്പിറൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ കുടുങ്ങിയിട്ട് ഞാൻ അതാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യാണ്ട് ഡയറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ ഇത് ചെയ്യേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നതും കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പാട്ട് ഇതിൻ്റെ മുമ്പ് പോസ്റ്റ് ചെയ്ത് വീഡിയോസിലുണ്ട് കേട്ടോ. കല്യാണപ്പെണ്ണ് കല്യാണ ചെക്കന് വേണ്ടിയിട്ട് പാടിയ പാട്ട്, സ്വന്തം പാട്ട്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. കാരണം അൻഷി അവിടെ നിന്ന് കേൾക്കുമ്പം ആളുടെ ഒരു ഫേസ് ഒരു രക്ഷയിലുണ്ടോ. ഓന് ഭയങ്കരമായിട്ട് ഇത് എൻജോയ് ചെയ്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയാണ്. കല്യാണ പെണ്ണിൻ്റെ പാട്ടൊക്കെ പാടിയുള്ള എൻട്രി ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടോ. ഇനി രണ്ടാളെയും കൂടി ഒരു എൻട്രി വേണ്ടേ, എന്നാലല്ലേ ഒന്നുകൂടിയും കളറാവുള്ളൂ. അപ്പം പിന്നെ രണ്ടാളെയും നേരെ സെറ്റ് ചെയ്ത് ഓല അതിൻ്റെ പ്ലാനിങ് ഒക്കെ ആണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവിടെ പോയിട്ടൊരു എൻട്രി ഇങ്ങോട്ട് വരാണ്ട്. ആ എൻട്രിയിലാണ് വെറൈറ്റി സംഭവങ്ങൾ. ഇവിടെ നമ്മൾ ഒരുവിധം എല്ലാ വ്ളോഗേഴ്സും ഇൻഫ്ലുവൻസേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും സിംഗേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. യൂട്യൂബിലും ടി വിയിലൊക്കെ കാണുന്ന കുറേ ആൾക്കാർ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പരിചയപ്പെടണമെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ. ഇവരെ എൻട്രി നിങ്ങൾ കണ്ടില്ലേ, നല്ല ഡാൻസേഴ്സും വയലിനിസ്റ്റും ഒക്കെ ഇട്ട് നല്ല കിടിലൻ എൻട്രി. ഇതൊക്കെ ഈ സോങ് ഒക്കെ ഇട്ടാൽ കോപ്പിറൈറ്റ് കിട്ടും. വെറുതെ ഇടുന്ന കല്യാണപ്പെണ്ണായാലും ചെക്കനായാലും എൻട്രിക്ക് ഇതാ ഈ ഒരു ഐറ്റം വേണം. കസിൻസിനുള്ള ഒരു കിട്ടിലം പണിയാണിത്. ഇങ്ങനെ പിടിച്ച് നടക്കണം, ഇങ്ങനെ തായ്ക്കൂടി ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ പിടിച്ച് നടക്കണം. എന്തായാലും അൻഷിൻ്റെ ഓളെയും ഫാമിലിയും ഫ്രണ്ട്സും കുടുംബക്കാരും ഒക്കെ ഉള്ള ഒരു കിട്ടിലം പരിപാടി. ഇവരെല്ലാവരും ഇടയിൽ കൂടി കൈയും പിടിച്ച് നേരെ സ്റ്റേജിലേക്ക്. എന്താ അറിയില്ല, ലൈഫിൽ ഒരു പ്രാവശ്യം ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുള്ളൂ. മാക്സിമം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് രണ്ടാളും നല്ല അടിപൊളിയായിട്ട് കേട്ടോ ഈ ഒരു പരിപാടിയൊക്കെ എൻജോയ് ചെയ്ത് കയറി. അപ്പോഴാണ് നമ്മൾ കുതിരത്തിനെയും തൻസിനെ ഷേലിനെയും കണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇവരൊക്കെ കാണുന്നത് കേട്ടോ. ഷേലിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടിന്, കുതിരത്തിനെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഇങ്ങനത്തെ പരിപാടി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കുറേ ആൾക്കാരെ കാണുക. ഒരു മീറ്റപ്പ് പോലൊക്കെ തന്നെയുണ്ട് ഈ പരിപാടി. പിന്നെ നേരെ സ്റ്റേജിൽ മാറൊക്കെ കെട്ടാനുള്ള ടൈം. വേറെ ഒരു പരിപാടി അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇവർ ചെയ്തില്ല, നേരെ മാറിട്ട. എന്തായാലും രസം. നമുക്കൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞതും കൊണ്ട് വലിയ പ്രശ്നമില്ല. എനിക്കൊക്കെ ഇത് എത്രത്തോളം ഈ ഒരു സമയത്ത് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ആലോചിച്ചാൽ മതി. കാരണം ആള് ഒന്നാമതേ ഒരു ഭാവമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനത്തെ അത്രയും ആൾക്കാരുടെ മാക്സിമം ആളിത് എൻജോയ് ചെയ്യുന്നുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫാമിലി എല്ലാവരും നിന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടി ഏതോ ഒരു കാക്ക പോയിട്ട് അവൻ്റെ അണ്ണൊക്കെ തേച്ച് കൊടുത്തതിന് കേക്ക് മൂത്താണ് ചെക്കൻ നല്ല വൃത്തിക്ക് മുഖമൊക്കെ സെറ്റ് ചെയ്തതിന് അതിൻ്റെ മുട്ട കൂടെ മൂപ്പര് പോയി നല്ല അടിപൊളിയായിട്ടിട്ട് ഒട്ടിച്ചാടി കൊടുത്തേക്ക്. പിന്നെ ടവലെടുക്കലായി തുടക്കലായി. കല്യാണം തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴേക്കും പനിയടി കിട്ടിക്കുക. അപ്പോൾ ഇത് നേരെ വൃത്തിയാക്കാണ്ട് ഒരു പരിപാടി നടക്കൂല. എൻ്റെ നേരെ ബാക്കിൽ തന്നെ അസ്കറും ഷാജാനും പാണ്ടിക്കാട് ഉന്നാപ്പോ സജീർക്കാക്കയും മുക്തറാക്കിയായിട്ട് വൻ നേരം ഉണ്ടായിരുന്നു കേട്ടോ. ഒച്ചപ്പാടും ബോളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ബ്രൈഡും ഗ്രൂമിൻ്റെ അടുത്ത് ഒരാൾ കയറി വന്നത്. ആളെല്ലാവർക്കും അറിയാം, നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി ട്രെൻഡായ നമ്മളെ അസിൻ വെള്ളിനെ കാണാത്ത ആൾക്കാർ കുറവായിക്കോട്ടോ. കാരണം അത്രയും ട്രെൻഡിങ് ആയി പോയിക്കണം ഒരൊറ്റ പാട്ടുകൊണ്ട്. ബ്രൈഡും സിംഗറാണ്, അസിനും സിംഗറാണ്. രണ്ടാളും സിംഗേഴ്സ് ആയതുകൊണ്ട് തന്നെ സംഭവം അടിപൊളിയായിട്ടോ. രണ്ടാളും പാട്ടൊക്കെ പാടി ഭയങ്കര രസമാക്കിയിട്ടാണ് അവിടെ നിന്ന്. അൻഷിക്ക് പാട്ട് പാടണം എന്നൊക്കെ ഉണ്ട്, പാടി ആ ഫ്ലോ ആയിട്ട് പോലും വെച്ചിട്ട് ഒന്നധികം പാടുന്നില്ല. പിന്നെ നമ്മളെല്ലാ ഇൻഫ്ലുവൻസേഴ്സും ബ്ലോഗേഴ്സൊക്കെ ഒരുമിച്ച് സ്റ്റേജിലേക്ക് അടുക്കുക. അൻഷിക്കുള്ള ചെറിയൊരു പണിയും പിന്നെ വർത്താൻ പറയലും കയ്യൊടിയും ചിരിയും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടോ. അതിൻ്റെ ശേഷം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കുറച്ചേരം അതിൻ്റെ മുകളിൽ അലമ്പാക്കിയാണ് നിന്നിക്കണമെന്ന് തന്നെ പറയാം. ആരും കൂടെ ഇറങ്ങുന്നില്ല, എത്ര വിളിച്ചിട്ടു. കാരണം കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാണ്ട് ആരും ഫോട്ടോ എടുത്തില്ല. ഇവർ മാറിയിട്ട് കുറച്ചും കൂടെ നമ്മൾ ലേസും കൂടെ എടുക്കരി.
ഒരുവിധം എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലുള്ളൊരു ഇതെല്ലാ ഇൻഫ്ലുവൻസേഴ്സും വ്ളോഗേഴ്സും അവിടെ ഉണ്ട്. സ്റ്റേജ് മേലേക്ക് കൊണ്ടുപോയ ലൈസൊക്കെ നമ്മൾ തന്നെ അടുത്ത് നിന്ന് വെറുതെ വേറൊരാൾക്ക് നമ്മൾ കൊടുത്തില്ല. പിന്നെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, കുട്ടിയെ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ കുട്ടിയെ കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാവരും സെൽഫിയൊക്കെ എടുത്ത് ഭയങ്കര രസമാക്കിയിട്ട് മാക്സിമം അവിടെ നിന്ന് അലമ്പാക്കിയിട്ടാണ് എല്ലാവരും ഇറങ്ങിയത്. വ്ളോഗേഴ്സിലുള്ള ബന്ധമല്ലാണ്ട് ഞാനും അഞ്ചും കൂടി ഒരുമിച്ച് പഠിച്ചായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ പഠിച്ച കുറച്ച് ആൾക്കാർ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടോ. ഞാൻ മാത്രമല്ല ഒറ്റയ്ക്കാണ് പോയി എന്നാണ് എൻ്റെ ഒരു അറിവ്. ബാക്കിയുള്ള എല്ലാവരും കെട്ടിയോളെയും കൂട്ടിയിട്ടാണ് വന്നത്. ഓൾക്കൊക്കെ ടാറ്റയും കൊടുത്ത് പറഞ്ഞു പിന്നെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് അവിടെ പോയി വേറെയും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അഞ്ചിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് പാട്ടൊക്കെ കേട്ടി നൈസായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ. അപ്പം ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് സൈഡായിട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണല്ലേ. ബൈ.